ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. സൂപ്പർ മോം സീരീസിൽ നിന്ന് ഫെബിയാണ്. സാധാരണയായിട്ട് ബർത്ത്ഡേസ് ഒന്നും സെലിബ്രേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാൾക്ക് ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരു ഡേറ്റ് വരെ പലപ്പോഴായിട്ട് ഓർമ്മ ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെ ഒരാൾക്കാരന് നമ്മളിന്ന് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത്. ഹസ്ബൻഡ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ ഒക്കേഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അന്നൊരു വീക്കെൻഡ് ആയിരുന്നു, അതായത് ഹസ്ബൻഡ് ബർത്ത്ഡേൻ്റെ 2 ദിവസം മുൻപ് എടുത്ത വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ, അതായത് ഫ്രൈഡേ ആയിരുന്നു. സാറ ഷാർജയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുറച്ച് ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്യാമെന്നുള്ള പ്ലാനിൽ പുറത്തേക്ക് ഇറങ്ങി. ഞാനൊരു ഷൂസ് ഗിഫ്റ്റ് ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ അഡിഡാസിൻ്റെ ഔട്ട്ലെറ്റിൽ വന്നിരിക്കുകയാണ്. സാറയാണെങ്കിൽ ടീഷർട്ട്സും അങ്ങനെയുള്ള പ്ലാൻസൊക്കെ ആക്കിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അവിടെ കയറിയിട്ട് വളരെ ചുരുങ്ങിയ ടൈം കൊണ്ട് തന്നെ നമ്മൾ സംഭവം സെലക്ട് ചെയ്തു. ഞാനായാലും അവളായാലും ഷോറൂംസിലൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യും കേട്ടോ. കുറേ നേരം അവിടെ ഇങ്ങനെ കിടന്ന് ഉരുളുന്നതൊന്നും നമുക്കിഷ്ടമല്ല. അൽഹംദുലില്ലാ പിന്നെ വേഗം തന്നെ സെലക്ഷൻ ആവാറുണ്ട്. ഏതൊരു ഐറ്റംസ് ആയാലും, ഡ്രസ്സായാലും സ്ലിപ്പേഴ്സ് ആയാലും ഷൂസ് ആയാലും എന്തായാലും. അതുകൊണ്ട് തന്നെ കുറേ ടൈമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യേണ്ട വന്നില്ല. ഞങ്ങൾ അവിടുന്ന് ഷൂസ് വാങ്ങി അതിനുശേഷം നേരെ അലൈൻ മോളിലേക്ക് പോയി. നിങ്ങളൊക്കെ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഒരുപാട് ടൈം എടുത്തിട്ടാണോ ഐറ്റംസ് ചൂസ് ചെയ്യുക? പലപ്പോഴും പലരെയും കണ്ടിട്ടുണ്ട്, ഭയങ്കര കൺസേൺ ആണ് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ. ഈ ഒരു ഫീൽഡിലായതുകൊണ്ട് തന്നെ പലരെയും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സാധാരണയായിട്ട് എങ്ങനെയാണ്? എന്തായാലും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അങ്ങനെ ഐറ്റംസ് വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ അലൈൻ മോളിലേക്ക് വന്നു. ഈ ഒരു ഔട്ട്ലെറ്റും അലൈൻ മോളൊക്കെ അടുത്തടുത്താണ്. അങ്ങനെ അവിടെ വന്നിരിക്കുന്നത് ടീഷർട്ട്സ് നോക്കാൻ വേണ്ടിയിട്ടാണ്. നേരെ നമ്മൾ പോയത് H&Mലാണ്. അവിടെ പോയപ്പം കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. അതിനിടയിൽ ജാനിന് കളിക്കാനുള്ളൊരു സ്പേസ് കണ്ട സമയത്ത് അവിടെ കുറച്ച് നേരം ഇറക്കി കൊടുത്തു. അവൻ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നേരെ ബ്രാൻഡ്സ് ഫോർ ലെസ്സിൽ വന്നു. അവിടെയും നമ്മൾ ഉദ്ദേശിച്ച ഐറ്റംസ് ഒന്നും കണ്ടില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഹസ്ബൻഡ് അറിയാതെയുള്ള ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പം അവർക്ക് ചെറിയ രീതിയിലൊന്ന് സർപ്രൈസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളിങ്ങനെ ഉള്ള പ്ലാനിങ്സൊക്കെ ആക്കിയത്. സാധാരണയായിട്ട് എന്തൊരു ഐറ്റംസും ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ ആദ്യം അതിൻ്റെ പ്രൈസ് നോക്കാറാണ് പതിവ്. അപ്പോൾ കുറച്ച് വില കൂടിയ ഐറ്റംസ് എല്ലാം ആണെങ്കിൽ ആളുടെ മുഖം തന്നെ മാറും. ഇഷ്ടമല്ല അങ്ങനെ അനാവശ്യമായിട്ടൊന്നും സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് ചെയ്യുക എന്നുള്ളതൊന്നും താല്പര്യമേ ഉണ്ടാകാറില്ല നമുക്ക് ആർക്കും തന്നെ. കാരണം അവർക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തതൊന്നും. പക്ഷേ നമ്മളങ്ങനെ ഗിഫ്റ്റിംഗ് എല്ലാം വളരെ ചുരുക്കി കൊണ്ടുവന്നപ്പം ഇപ്പം ഈയിടെയായിട്ട് ഇപ്പം അടുത്ത കാലത്തായിട്ട് അതിനോടൊക്കെ ചെറിയ താല്പര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ എന്തായാലും നല്ല രീതിയിൽ അത് ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയും ഉണ്ട് കേട്ടോ. ടീഷർട്ട്സ് വാങ്ങാനായിട്ട് ഞങ്ങളിത് സ്പ്ലാഷിൽ വന്നിട്ടാണുള്ളത്. അപ്പോൾ അവിടുന്ന് വേഗം തന്നെ 2 ടീഷർട്ട് ചൂസ് ചെയ്തു. ജാറയും റസ്ബിയും കൂടിയിട്ട് ടീഷർട്ട് കൊടുക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. ടീഷർട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് ഹസ്ബൻഡിന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഐറ്റം ചൂസ് ചെയ്യാനുള്ള കാരണവും. അങ്ങനെ അന്നത്തെ ദിവസത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ നെക്സ്റ്റ് ഡേ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. നേരെ വന്നിരിക്കുന്നത് ഐക്യയിലേക്കാണ്. അപ്പോൾ ഐക്യയിൽ വന്ന് ജസ്റ്റ് അവിടെയുള്ള പുതിയ പ്രോഡക്ട്സിൻ്റെ സെക്ഷൻസൊക്കെ ഒന്ന് നോക്കി. കാര്യമായിട്ട് ഒന്നും ഒരു പുതിയ പ്രോഡക്റ്റ്സ് ഒന്നും കണ്ടില്ല. എന്തൊക്കെയോ 1-2 ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. ലോണ്ട്രി ബാസ്ക്കറ്റ്, പിന്നെ വേറെ എന്തോ, പിന്നെ ഒരു സ്പൂൺ റാക്ക്, വുഡൻ്റെ സ്പൂൺ റാക്ക്, അത് ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. ഇവിടെ ഐക്യയിൽ വരാനുള്ള മെയിൻ ഉദ്ദേശം നമുക്ക് അവിടുന്ന് കേക്ക് വാങ്ങാനായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡിന് അറിയാം നമ്മൾ എന്തൊക്കെയോ ഉദ്ദേശമുണ്ട്, എന്തൊക്കെയോ പ്ലാനിങ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ കേക്കൊന്നും വലിയ എക്സ്പെൻസീവ് ഒന്നും വാങ്ങരുതേ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി വാൺ ചെയ്തതാണ്. അപ്പം ഐക്യയിലെ കേക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു ഡെയിംഡ് കേക്ക്. അങ്ങനെ അത് വാങ്ങാനുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഐക്യയിൽ വന്നിരിക്കുന്നത്. അപ്പം ഡെയിം കേക്ക് ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം.
അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു ഡീം എന്ന് പറഞ്ഞ ടോഫി ഉണ്ടല്ലോ, ചോക്ലേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അതൊക്കെ വെച്ചിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ അത് വാങ്ങാമെന്നുള്ള ഉദ്ദേശത്തിലും കൂടിയാണ് ഐക്യയിൽ വന്നിരിക്കുന്നത്. അതിനിടയിൽ 2-3 പുതിയ പ്രോഡക്റ്റ്സ് കണ്ടപ്പം അതെല്ലാം ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കേക്ക്. വലിയ സൈസൊന്നുമില്ല, ഒരു ചെറിയ ക്വാണ്ടിറ്റി ആണുള്ളൂ. എന്നിരുന്നാലും നമുക്ക് ചെറിയൊരു ഒക്കേഷനെല്ലാം ഇത് ധാരാളമാണ്. സാധാരണയായിട്ട് കേക്കൊക്കെ വാങ്ങിയിട്ട് ഒരു 2-3 ദിവസം ഫ്രിഡ്ജിൽ കിടക്കാറാണ് പതിവ്. ഇതാകുമ്പം അന്നത്തെ ആവശ്യങ്ങൾക്ക് നമുക്കിത് മതിയാവും. സൈസ് ചെറുതാണെങ്കിലും അത്യാവശ്യം റേറ്റ് ഉണ്ട്. അങ്ങനെ ഇത് രാത്രി 12 മണി ഹസ്ബൻഡ് വന്ന് കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് നമ്മളിതാ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു, ഇഷാനെ ഏൽപ്പിക്കുകയാണ്, നീ കട്ട് ചെയ്തോന്നും പറഞ്ഞിട്ട്. ഇഷ്ടമല്ല, സാധാരണയായിട്ട് കേക്കൊക്കെ വാങ്ങുകയാണെങ്കിൽ തന്നെ ആൾ കട്ട് ചെയ്യില്ല, അത് ആരെങ്കിലും ഏൽപ്പിക്കുക ചെയ്യാം. ഹസ്ബൻഡ് തന്നെ കട്ട് ചെയ്യണമെന്നുള്ള വാശി നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ആർക്കും വിട്ടുകൊടുത്തില്ല, ഹസ്ബൻഡിനെ കൊണ്ട് തന്നെ കട്ട് ചെയ്യിപ്പിച്ചു. വീഡിയോയിൽ അവരുടെ മുഖത്തുള്ള ഫീലിങ്സ് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇതെല്ലാം എത്രത്തോളം ഇതിനോടെല്ലാം താല്പര്യം ഉണ്ട് എന്നുള്ളത്. ആൾക്ക് അത് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത്. കണ്ടില്ലേ, താല്പര്യക്കുറവാണെങ്കിലും മക്കളുടെ ബർത്ത്ഡേസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പ്ലാനിങ്സൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. എന്തായാലും അൽഹംദുലില്ലാ ഷൂസ് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടീഷർട്ട്സും രണ്ടും നല്ല ഇഷ്ടമായി. സൈസൊക്കെ ഓക്കെ ആയിരുന്നു. ഒരു ടീഷർട്ട് സൈസ് കുറച്ച് ടൈറ്റായിരുന്നു, അത് റിട്ടേൺ ആക്കിയിട്ട് നെക്സ്റ്റ് സൈസ് വാങ്ങാമെന്ന് തീരുമാനിച്ചു. എനിക്കറിയാം ഇങ്ങനെയുള്ള പലരും നിങ്ങളുടെ ഇടയിലും ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ പറയട്ടോ, ഷെയർ ചെയ്യും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു സംഭവം. ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടെങ്കിലും ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് നമ്മളത് പ്ലാൻ ചെയ്തത് ആദ്യമായിട്ടാണ് കേട്ടോ. എന്തായാലും ആളും ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും നെക്സ്റ്റ് ടൈം ഐക്യയിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.